ഈ ഇപ്പൊ സീരിയൽസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഈ ഇപ്പൊ വില്ലത്തിയാണല്ലോ ചെയ്യുന്നത്. ഈ വില്ലത്തി എന്ന് പറയുന്നത് ഒരു അമ്മയുടെ പ്രായവും മകന്റെ പ്രായവും റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരേ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണല്ലോ. വലിയ ഡിഫറൻസ് വരുന്നില്ല, വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ലല്ലോ. അപ്പൊ പക്ഷെ മീൻസ് ഓൺ സ്ക്രീനിലേക്ക് വരുമ്പോ അത് അമ്മയും മകനുമാണ് താനും. ആസ് എൻ ആക്ടർ അപ്പൊ അമ്മയാണല്ലോ, അമ്മ വേഷമാണല്ലോ. ഇത് കൂടി പോയാൽ ചിലപ്പോ അമ്മൂമ്മ വരെയൊക്കെ നീളുള്ളൂ. അല്ല അങ്ങനെയല്ല, സോക്കോളുടെ അമ്മൂമ്മ അതുവരെ അല്ലല്ലോ നീളുള്ളൂ. അപ്പൊ ഇത് ഇനി എന്റെ റോളുകൾ ഈ ഒരു റേഞ്ചിൽ മാത്രം നിൽക്കുമോ, എനിക്ക് നായികയാവാൻ പറ്റില്ല, അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടാവാറുണ്ടോ? എനിക്ക് വലിയ ചിന്തയൊന്നും ഉണ്ടാകാറില്ല. എനിക്ക് അല്ലെങ്കിൽ നായികയാകാൻ വലിയ താല്പര്യമില്ല. അല്ല, നമുക്കറിയാലോ ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെ, അല്ലെങ്കിൽ അതുപോലത്തെ കഥകൾ, ഇപ്പൊ കുടുംബ വിളക്കല്ലേ, അങ്ങനത്തെ ക്യാരക്ടർ വരണം. അല്ലാണ്ട് ഒരിക്കലും നായികയായി വിളിക്കാൻ സാധ്യത വളരെ കുറവാണ്. എനിക്ക് അമ്മായിമ്മ തന്നെ വിളിക്കുമ്പോ ദേഷ്യം വരാറുണ്ട്. പിന്നെ ഇപ്പം വിളിച്ചു 2-3 സീരിയൽ എല്ലാം അമ്മായിമ്മ, അമ്മ, അല്ലെ ഒരു കുറച്ച് മൂത്ത ഒരു ഏട്ടത്തി, ഒരു ചേച്ചി, അങ്ങനത്തേത് വിളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ക്യാരക്ടർ എല്ലാം അമ്മ തന്നെ ആകാതെ. ഈ സീരിയൽസ് കാണുന്നതിന്റെ എഫക്ട് ആളുകളിൽ ഉണ്ടാവുന്നു, ആളുകളുടെ സ്വഭാവം മാറിപ്പോവും സീരിയൽസ് കണ്ട, അങ്ങനെയൊക്കെ ആളുകൾ പറയാറുണ്ട്. അതൊരു സമയത്ത് അങ്ങനെയായിരുന്നു, ഇൻഫ്ലുവൻസ്. അതായത് സീരിയലിൽ കണ്ടിട്ടാണ് ഓരോ അമ്മായിമാര് എല്ലാരോടും അല്ല കേട്ടോ, ഞാനൊരു കോമൺലി പറഞ്ഞ, അവര് പറയും നിങ്ങൾ ഈ സീരിയൽ കാണുന്നോണ്ടല്ല സീരിയലിലെ അമ്മായിമ്മ പോലെ എന്റെ അടുത്ത് എടുക്കല്ലേ. അതൊക്കെ ഒരു കാലം ഈ അമ്മമാര് ഭയങ്കര ഡീപ്പായി പോകും അതില്, മനസ്സിലായില്ലേ? ആ ക്യാരക്ടർ ആണെന്ന് മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും ഒരാളായിട്ട് അതാണ് അവരുടെ സ്വഭാവം, ഇതാണ് എന്നവരൊരു ഫിക്സ് ചെയ്യും അമ്മമാര്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇതുപോലെ അവരോട് ബിഹേവ് ചെയ്യാൻ കണ്ടു മായുമല്ലോ, പിറ്റേ ദിവസം കാണുമല്ലേ. അപ്പൊ അത് അവരിങ്ങനെ ഒരു ഇപ്പൊ ഞങ്ങളുടെ 365 ഞങ്ങളുടെ എപ്പിസോഡ്സ് ആണ്. അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോൾ മാത്രമേ ഉള്ളൂ എപ്പിസോഡ് ഇല്ലാണ്ടുള്ളൂ. അപ്പൊ അവര് ഡെയിലി കാണല്ലേ. ഈ ജയൻ ചേർത്തല പോലുള്ള ആക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അവര് സീരിയലിൽ ചെയ്തിട്ടുള്ള റോള് വെച്ചിട്ട്, അത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള വേഷമാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് വെച്ചിട്ട് റിയൽ ലൈഫ് അദ്ദേഹം അങ്ങനെയാണെന്ന് വിചാരിച്ചിരുന്ന ആളുകളുണ്ട്. കാരണം പക്ഷെ മലയാളി സാധാരണ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അതായത് നമുക്ക് ഇപ്പൊ തമിഴിലൊക്കെ ഈ വില്ലന്മാരെ, രജനീകാന്തിനെ അടിച്ച വില്ലന്മാരെ അടിക്കാൻ വേണ്ടി ആളുകൾ ഓടിക്കുന്നത് പോലെ ഓടിക്കാറില്ല. പക്ഷെ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കും. അപ്പൊ ഇൻ ലൈഫ് നിങ്ങളൊരു മോശ സ്വഭാവമുള്ള ഒരാളാണ് ഈ സീരിയൽസ് ചെയ്യുമ്പോഴെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ റിയൽ ലൈഫിൽ ആളുകൾ വിശ്വസിക്കും. അങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ? അങ്ങനത്തെ എന്നെ കാണുന്ന ആൾക്കാർ പറയും, എന്നെ നേരിൽ കാണുമ്പം ഒരു കുഴപ്പമില്ല, ഒരു പാവമാണ്, പക്ഷെ അതിനകത്ത് കാണുമ്പോൾ എനിക്ക് അടിക്കാൻ തോന്നും. അങ്ങനെ അപ്പൊ അവര് മനസ്സിൽ അതിൽ ഒരു എന്നെ സംബന്ധിച്ച ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ അവരത് അക്സെപ്റ്റ് ചെയ്തു. അത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ജലജ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഒരു സക്സസ് ആണത്. ഹൗ ദേ അക്സെപ്റ്റിംഗ് എന്നുള്ളതില്ലേ. അപ്പം അത് നമ്മള് അവര് അത്രമാത്രം അവര് അതിനകത്ത് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ ഇൻവോൾവ് ആയതുകൊണ്ടാണ്. പക്ഷെ സോഷ്യൽ മീഡിയ ഇപ്പൊ ഇത്രയും ഇതിൽ നിൽക്കുന്നുണ്ട്, നമ്മള് റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, നമ്മുടെ നോർമൽ റിയൽ ലൈഫ് അവർ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ അവരിങ്ങനെ കുഴപ്പമില്ല, കളിയും ചിരിയൊക്കെ ഉണ്ട്, ഒരു തമാശ പറയുന്നവരാണെന്നൊക്കെ അങ്ങനെ പറയാറുണ്ട് എന്നെ കാണുമ്പോ. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്, നിങ്ങൾ പാവമാണല്ലേ. ഈ അമ്മായിമ്മക്ക് ദേഷ്യം വരുമ്പോൾ ഉണ്ടാക്കുന്ന ഈ പ്രത്യേകതരം ഭാവങ്ങളുണ്ടല്ലോ ക്ലോസപ്പിൽ, ഞാൻ അത്രയും ഭാവം ഇടാറില്ല. ഉണ്ടാക്കുക എളുപ്പമാണോ ആക്ച്വലി? ഫസ്റ്റ് തന്നെ ഇപ്പൊ നമ്മള് സീരിയൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ സത്യം ഞങ്ങൾ രണ്ടും പറയും ഈ സാധനം പണ്ടത്തെ മിക്സഡ് ഒരു സൗണ്ട് പോലെ. ചിലര് നമ്മളെ അങ്ങനെ ചെയ്യും. അതായത് അവർക്ക് മനസ്സിലൊരിതുണ്ട് ഫീൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സട്ടിലായിട്ട് ചെയ്താലും ഇല്ല കുറച്ചും കൂടെ സിനിമയെക്കാട്ടിലും കൂടുതൽ ക്ലോസസ് വരുന്നത് സീരിയൽസിലാണ്. അപ്പം അവർക്ക് ആൾക്കാരിൽ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരൂടെ റിയാക്ഷൻ ഇട്ടാലേ പറ്റൂ. ഞാൻ ആദ്യം അഭിനയിക്കാൻ ചെന്നപ്പോ എന്നെ ഭയങ്കര ചീത്തവിളിയായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇതെന്താണ് എനിക്ക് മനസ്സിലായില്ലേ, നെഗറ്റീവാണ്, ഇച്ചിരൂടെ ഇടണം. നമ്മളെ റിയൽ ലൈഫിൽ ആരും അങ്ങനെ അത്രയും ഇല്ല. ഈ കണ്ണുകളും ഒക്കെ അത്രയും തുറപ്പിക്കാൻ അല്ല, ആ ട്രെൻഡ് ഇപ്പൊ അങ്ങനത്തെ ഇല്ലാന്ന് തോന്നുന്നു, കുറച്ച് കുറവാണ്. ഈ ഡാൻസ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്കൊരു ഫെമിനിറ്റി ഉണ്ടെന്നും അല്ലെങ്കിൽ ഫെമിനൈൻ നേച്ചർ ഉണ്ടെന്നും അവർക്ക് മാസ്കുലിനായ റോളുകൾ എടുത്താൽ പോകില്ല, അല്ലെങ്കിൽ എടുക്കാൻ അവരെ കാസ്റ്റ് ചെയ്യാൻ അത് ഒരു കറക്റ്റ് ഓപ്ഷൻ ആയിരിക്കില്ല എന്ന് പറയുകയും, എന്നാൽ അത് ബ്രേക്ക് ചെയ്തിട്ട് ആളുകൾ നന്നായി പെർഫോം ചെയ്യാറുണ്ട്. അത് ആകാശ സ്വയം ബ്രേക്ക് ചെയ്യുന്നു, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് ഓഫ് സ്ക്രീൻ ഞാൻ എന്താണെന്നുള്ളത്
ഞാൻ എൻ്റെ കാര്യമാണ്. ആ ഓൺ സ്ക്രീനിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഒരിക്കലും അതിനകത്ത് ഉണ്ടാവില്ല. റിയൽ ലൈഫിൽ ഉള്ളത് ഉണ്ടാവരുത്. അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ആ ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ എല്ലാവർക്കും ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ഉള്ള പേഴ്സൺസ് ആണ് ഹ്യൂമൻ ബീങ്സ് എല്ലാം. യെസ്. ഫീമെയിൽ മെയിൽ. ആ അത് ചിലപ്പോൾ ഡൗൺ ആവാം, ഹൈ ആവാം. ഉം. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിൽ ചിലപ്പോൾ എൻ്റെ ഫിസിക്കലി ഞാനിപ്പോൾ എന്നെ നേരിൽ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പലതും തോന്നുമായിരിക്കും. അത് ഓരോരുത്തരുടെ കോൺസെപ്റ്റ് ആണ്. യെസ്. ഞാൻ സ്ക്രീനിൽ ചെയ്യുമ്പോൾ എൻ്റെ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എത്രയോ ഇന്നത്തെ കാലത്തിനെക്കാട്ടിലും ഞാൻ മനസ്സിലാക്കിയത് MGR, ശിവാജി ഗണേശൻ അവരെല്ലാം ഡാൻസ് പഠിച്ചിട്ടാണ് അവർ അഭിനയിക്കാൻ വരുന്നത്. അതെ അതെ അതെ. ഞാൻ ഇപ്പോഴും പറയുന്നു, ദൈവം സഹായിച്ച് ഞാൻ ഡാൻസർ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ഫീൽഡിലേ ഞാൻ വരില്ല. ഞാൻ ഡാൻസർ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അഭിനയിക്കാൻ പറ്റുന്നത്. ഞാൻ വിശ്വസിക്കുന്നു. അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വിത്തൗട്ട് ഡാൻസ് ഐ കാൻ ഡു എനിത്തിങ്. ഒന്നും എനിക്കറിയില്ല. എനിക്കിപ്പോൾ അല്ലാണ്ട് ഇപ്പം ഈ സ്ക്രിപ്റ്റ് അല്ലാണ്ട് എൻ്റെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ആ സമയത്ത് എന്നോട് ഇവരെല്ലാം ഓൾറെഡി എല്ലാം പഠിച്ചെല്ലാം, കാരണം എനിക്ക് മലയാളം ബേസിക്കലി ഞാൻ ചെന്നൈയാണ്, തമിഴാണ്, ഹാഫ് മലയാളി ഹാഫ് തമിഴാണ്. ഓക്കെ. ഇവരൊക്കെല്ലാം സ്ക്രിപ്റ്റ് എല്ലാം ഓൾറെഡി സീൻസ് എല്ലാം കൊടുക്കും. എനിക്ക് ആ സമയത്ത് ആര് പ്രോമിറ്റ് ചെയ്തിരുന്നു അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഞാൻ മുമ്പേ സീൻസ് വായിച്ചിരുന്നുണ്ടെങ്കിലും എൻ്റെ ഡയലോഗ്സ് ഒന്നും എനിക്കിത് ഓർത്ത് പറയാൻ പറ്റില്ല. ആ സ്പോട്ടിൽ പറഞ്ഞ് ഞാൻ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, ഡാൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വർഷം പിടിച്ച് നിൽക്കുന്നു. ഞാൻ എൻ്റെ ക്യാരക്ടർ ചെയ്തിട്ട് ഇന്ന് വരെ ഒരാൾ ഒരു മോശം പറഞ്ഞിട്ടില്ല, ദൈവം സഹായിച്ച്. നമ്മളെ പേഴ്സണൽ ലൈഫ് വേറെ, നമ്മളെ പ്രൊഫഷണൽ ലൈഫ് വേറെ, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ അതിൽ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ കാണുന്ന ആൾക്കാർക്ക് ഇപ്പം നമ്മളെ കുറിച്ച് ഇപ്പം എല്ലാവരും നല്ലത് പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഒരാൾ നെഗറ്റീവ് പറയുന്നില്ല, ഒരാൾ എന്തെങ്കിലും ഒരു മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരൻ നമ്മൾ അത്രയും ടൈം നമ്മളെ സ്റ്റഡി ചെയ്യുന്നു. ഓക്കെ. ആ പുള്ളിയുടെ ലൈഫിൽ പുള്ളിക്ക് ചെയ്യേണ്ട കാര്യം ആ ടൈം പോലും നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പം നമ്മൾ അതിൽ നല്ല സന്തോഷിക്കല്ലേ വേണ്ടത്. ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാറുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എന്ത് വിചാരിച്ചാലും ഞാൻ എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ ജോലിയിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നാൽ ഓക്കെ. ഇന്ന് വരെ ഇത്രയും ഏകദേശം എൻ്റെ 13 ഇയേഴ്സായി. എൻ്റെ 12th സീരിയലാണത്. 12th അല്ല 13 തന്നെയാണ്. സോ ഇതുവരെ ദൈവം സഹായിച്ച എനിക്കൊരു ബാഡ് കമൻസ് എൻ്റെ ക്യാരക്ടർ വൈസ് എനിക്ക് വന്നിട്ടില്ല. എനിക്ക് കൂടുതൽ ചെയ്തിട്ടുള്ള നെഗറ്റീവാണ്. ഇപ്പം നേരത്തെ നമ്മുടെ ഈ ഹോർമോൺസിന്റെ ബാലൻസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ലാലേട്ടൻ ഈ അടുത്തൊരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെമിനൈൻ നേച്ചറിനെ എംബ്രേസ് ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എല്ലാ ആണുങ്ങളുടെ ഉള്ളിലും ഒരു പെണ്ണുണ്ട് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് അല്ല, അതിന്റെ ഒരു തെളിവാണല്ലോ നമ്മുടെ മെയിൽ ഹോർമോൺ ഫീമെയിൽ ഹോർമോൺ. എന്തുകൊണ്ട് മെയിലിന് മെയിൽ ഹോർമോൺ മാത്രം ഇല്ലാത്ത അല്ലേ? എത്രയോ ലേഡീസ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ആസ് എ മെയിൽ അല്ലേ? അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒരു ഫെമിനിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ഒരു മിക്ക ആർട്ടിസ്റ്റിലും ഉണ്ടാവില്ലായിരുന്നു. വിനീതേട്ടനൊക്കെ എത്ര സിനിമ അഭിനയിച്ചു, പുള്ളിക്കാരൻ നല്ലൊരു ഡാൻസർ അല്ലേ? ഞാൻ മനസ്സിലാക്കിയത്തോളം എന്നെ സംബന്ധിച്ച് ഡാൻസ് ഉണ്ടാവുക മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഫെമിനിറ്റി ഉണ്ട്. ചിലപ്പോൾ അത് കൂടുതലാവാം കുറവാവാം. നമ്മൾ ഈ ഒരു സാധനം കൊണ്ട് മറ്റൊരാളിനെ ഹേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമല്ല അന്വേഷിക്കും. ഇപ്പൊ എന്റെ ഫെമിനിറ്റി ഞാൻ കാണിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഭാഗത്ത് അത് എന്നുണ്ടെങ്കിൽ മറ്റാളിനെ ഒരു ഹേർട്ട് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല അതില്. ഇപ്പൊ ഞാനിരിക്കുന്ന ഇപ്പൊ എന്റെ കാര്യം എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ വേറെ ഒരാളിനൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ.